ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ എന്തായാലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജയത്തോടെ ഇവിടെ വന്നിരുന്ന് ആ ജയത്തിൽ ആഹ്ലാദിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് താങ്കളുടെ ഒരു അനുമാനം? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തുകയും വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കുകയും ഗംഭീരമായി തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ലഭിക്കേണ്ടുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ടിലേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ അടിസ്ഥാനപരമായ വോട്ട്, കോർ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തുന്നതിനും ഇപ്പോൾ 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് 40,076 വോട്ടുകളോ മറ്റോ ലഭിച്ചിരിക്കുന്നത്. അതിനോടടുത്ത് നിൽക്കുന്ന 500 വോട്ടുകളുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് അടുത്ത് നിൽക്കുന്ന തലത്തിൽ തന്നെ പ്രകടനത്തിന് നമുക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നമ്മുടെ വോട്ടുകൾ മറ്റെങ്ങും തന്നെ പോയിട്ടില്ല. പക്ഷേ ഈ ശ്രീധരൻ സാറ് മത്സരിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോട്ടുകളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ സാഹചര്യങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വിശകലനങ്ങളും പഠനങ്ങളും തന്നെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ പാലക്കാട് നഗരസഭ അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ BJPക്ക് ഒരു കൈ നോക്കാമായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ചിലപ്പോൾ അടിപതറിയേനെ ബാക്കി 3 പഞ്ചായത്തുകളിലും പിന്നോട്ട് പോവുകയും അവിടെ UDF ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാട് നഗരസഭയിൽ പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒന്ന് പൊരുതി നോക്കുവാൻ പോലും BJPക്ക് സാധിച്ചില്ല എന്നാണ്. അപ്പോൾ അവിടെയുള്ള ബേസ് വോട്ടുകൾ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വികാരം, അല്ലെങ്കിൽ BJP നേതൃത്വത്തോടുള്ള എതിർപ്പ്, ഇതെല്ലാം അവിടെ പ്രതിഫലിക്കുന്ന ഘടകങ്ങളാകുമല്ലോ. അല്ല, പരിപൂർണമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല മഞ്ജുഷ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 6 റൗണ്ട് വരെയാണ് നഗരസഭ എണ്ണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ കിടക്കുന്നത്. 8 റൗണ്ടിന്റെ പകുതി വരെയും. ഈ 6 റൗണ്ട് 7 റൗണ്ട് അവസാനിക്കുമ്പോൾ സമയത്തും നേരിയ ലീഡ് ഉണ്ടായിരുന്നത് BJPക്ക് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ 1ാം റൗണ്ടിന് ശേഷം 3ാം റൗണ്ട് 4ാം റൗണ്ട് എത്തുമ്പോഴാണ് UDF ലീഡിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ 5ാം റൗണ്ട് 6ാം റൗണ്ട് എത്തുമ്പോഴേക്കും BJP ലീഡ് തിരിച്ചു പിടിക്കുന്നുണ്ട്. 7ാം റൗണ്ട് വരെയും ആ ലീഡ് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 8ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്കാണ് വീണ്ടും വലിയൊരു ലീഡിലേക്ക് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും പോകുന്നതായിട്ട് കാണുന്നത്. അതായത് BJPയുടെ ബേസ് വോട്ട് ശക്തി കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന നഗരസഭാ മേഖലയിൽ എണ്ണിത്തീരുന്നത് വരെ BJPക്ക് ലീഡ് ഉണ്ടായിരുന്നു. അപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു റൗണ്ടിൽ റൗണ്ട് മുതൽ തന്നെ അത് നഷ്ടപ്പെടുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 3ലും 4ലും BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവിടെ വരുന്നത്. ഈ ശ്രീധരൻ നേടിയ വ്യക്തിപരമായ വോട്ടുകളാണ് BJPക്ക് 50,000 വോട്ടുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു വിമർശനം എന്നല്ല, അങ്ങനെ ഒരു അഭിപ്രായം തുടക്കം മുതൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് വില നൽകിയിരുന്നില്ല BJP. അത് ശരിയാണ് തെളിഞ്ഞിരിക്കുകയാണല്ലോ. 10,000-ത്തിലധികം വോട്ടുകളുടെ കുറവാണ് പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് വോട്ട് അത്രയേ ഉള്ളൂ BJPക്ക് അവിടെയുള്ള ശക്തി എന്നതല്ലേ? ആവശ്യമില്ലാതെ ശക്തി കൂട്ടി കാണിച്ചതാണോ? അല്ല, അങ്ങനെയല്ല മഞ്ജുഷ. അതിനകത്ത് രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് വർക്കൗട്ട് ആവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവിടെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ശ്രീധരൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഇടതുപക്ഷ വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ കോൺഗ്രസിന് ശക്തി ഉള്ളൂ എന്നുള്ളതല്ലല്ലോ എൻ്റെ അർത്ഥം. പല സാഹചര്യങ്ങൾ ഉണ്ടാകലുണ്ട്. ഇപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം കൃഷ്ണകുമാർ മോശം കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതല്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ വലിപ്പത്തിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര വ്യക്തിത്വങ്ങളെ നമുക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയും? ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ആയിക്കൊണ്ട് പോട്ടെ, സാമൂഹിക രംഗത്തായിക്കൊണ്ട് പോട്ടെ, ഈ ശ്രീധരൻ എന്ന് പറയുന്ന പലതവണ അവിടെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ആ കാര്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിലും ചൂണ്ടിക്കാണിക്കപ്പെടുക ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് തന്നെ അത്ര അഭിപ്രായം പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷന്റെ ഒരു കടുംപിടുത്തം അവിടെ വർക്കൗട്ട് ചെയ്തു. അത് പൊളിഞ്ഞ് പാളീസായി മാറിയിരിക്കുകയാണ്. മഞ്ജുഷ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കൃഷ്ണകുമാർ, ഇപ്പൊ എല്ലാവരുടെയും ധാരണയാണ് കൃഷ്ണകുമാർ നിരവധി തവണ ഇവിടെ മത്സരിച്ചാണ്. അങ്ങനെയല്ല. കൃഷ്ണകുമാർ ആദ്യമായിട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്. 2016 വരെയും അദ്ദേഹം അവിടുത്തെ കൗൺസിലറാണ്, പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായി
ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാട് മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം മലമ്പുഴയിലാണ് പോയി മത്സരിച്ചത്. 2021 അദ്ദേഹത്തിന് ആ മണ്ഡലം തിരിച്ചു കിട്ടും എന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും ഈ ശ്രീധരൻ സാറിന്റെ പേര് വരികയുണ്ടായി. അപ്പോൾ ഈ ശ്രീധരൻ സാർ വരുന്ന സമയത്തും കൃഷ്ണകുമാറിന് അവിടെ നിന്ന് മാറി വീണ്ടും മലമ്പുഴയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അദ്ദേഹത്തെ പോലെ നഗരസഭയുടെ ചെയർപേഴ്സൺ വരെയായ ഒരാൾക്ക് ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിയമസഭയിൽ മത്സരിക്കുവാൻ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലൊരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ പോലും നേടുവാനായിട്ട് കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല. ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾക്ക് അടുത്ത് തന്നെ അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണല്ലോ ബി ജെ പി. പക്ഷെ ഇവിടെ കാലിടറി. അല്ല, അത് ഒരു ഉപതെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ ഏതൊക്കെ മേഖല എന്നുള്ള കാര്യം നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് തന്നെ അദ്ദേഹത്തിന് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയപരമായി BJPയുടെ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മറ്റൊന്നുമല്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾക്ക്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക്, അദ്ദേഹം കൂടി വർക്ക് ചെയ്ത് കയറ്റിക്കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ ഒരു നിയമസഭയിൽ ഒരു തവണയെങ്കിലും മത്സരിക്കുവാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു നീതികേടാണ്. കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ പോലുള്ളവർ പറയും അദ്ദേഹത്തെ പോലെ ഒരാളുണ്ടായിട്ട് അദ്ദേഹം മലമ്പുഴ പോയി ഇത്രയും വോട്ട് വർദ്ധിപ്പിച്ചിട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കാൻ 40,000-ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഇതേ കൃഷ്ണകുമാർ മലമ്പുഴ പോലെ ഇത്ര പോലും സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് 50,000-ത്തിലധികം വോട്ടുകൾ 2021 പിടിച്ച കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മോശമായിട്ട് അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നീതിയാണ്, ഒരു ന്യായമാണ്. അത് മാത്രമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. TM ശശി, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്